ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വഴിയടച്ച പൊതുയോഗത്തിൽ കോടതിയുടെ ചോദ്യങ്ങൾ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് സമ്മേളനവേദി നിർമ്മിച്ച CPM നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംഭവത്തിൽ കോടതിയലക്ഷ്യ നടപടി അനിവാര്യമെന്ന് വ്യക്തമാക്കിയ കോടതി വഞ്ചിയൂർ CIയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതി ഇന്ന് സൂചിപ്പിച്ചത്? CI നേരിട്ട് ഹാജരാകണം, DGP, സിറ്റി പോലീസ് കമ്മീഷണറൊക്കെ മറുപടി നൽകണം. ഇതിൽ CPMനെ കൂടി കക്ഷി ചേർത്തിട്ടുണ്ടോ കോടതി? നിലവിൽ MV ഗോവിന്ദനെ ഈ കേസിൽ കക്ഷി ചേർത്തിട്ടില്ല. നേരെ മറിച്ച് സംസ്ഥാന പോലീസ് മേധാവി, അതോടൊപ്പം തന്നെ നിലവിൽ SHO ഉൾപ്പെടെയുള്ളവരെയാണ് ഇതിൽ കക്ഷി ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്രകാരമാണ്. പൊതുജനങ്ങളുടെ യാത്രാവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് റോഡ് തടഞ്ഞുള്ള പരിപാടി എന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതിയുടെ ഈ നടപടി വന്നിട്ടുള്ളത്. ഹൈക്കോടതി രൂക്ഷ വിമർശനം ആദ്യന്തം നടത്തുകയുണ്ടായി ഈ കേസിൽ. മാത്രമല്ല, ഹൈക്കോടതിയുടെ തന്നെ 2023 ഉത്തരവുകളുടെ ലംഘനമാണ് ഇത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്തായിരുന്നു അവിടുത്തെ പരിപാടി, ആരൊക്കെ ഇതിൽ പങ്കെടുത്തു എന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച്, പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും പരിസരത്ത് തന്നെയല്ലേ ഇതൊക്കെ നടന്നത് എന്ന് ചോദിക്കുകയുമുണ്ടായി. വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നും എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും കാണിക്കുന്ന അലംഭാവത്തെയും കോടതി വിമർശിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച സർക്കുലറുകൾ കോൾഡ് സ്റ്റോറേജിലാണോ വെച്ചിട്ടുള്ളത്? ഇതായിരുന്നു കോടതി ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും വ്യാഴാഴ്ച വിശദീകരണം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അത് വഞ്ചിയൂരത്തെയാണ്, അദ്ദേഹം മതിയായ രേഖകൾ സഹിതം ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശമുണ്ട്. അതായത് വഴി തടഞ്ഞുള്ള പരിപാടികൾ, അത്തരം മീറ്റിങ്ങുകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് കോടതി പറയുന്നു. പനമ്പള്ളി നഗറിൽ CPIMന്റെ സമ്മേളനം നടന്നതിന് വിമർശനമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെതാണെന്ന് തോന്നുന്നു ഒരു പരിപാടി, അത് കോർപ്പറേഷന് മുന്നിൽ നടന്നു, ഫുട്പാത്ത് തടഞ്ഞുകൊണ്ട് അവിടെ കസേരയിട്ടിട്ട്, അതിനെതിരെയും അതിരൂക്ഷ വിമർശനം കോടതിയിൽ നിന്നും ഇന്ന് വരികയുണ്ടായി. യെസ്, ഇത്തരം സമ്മേളനങ്ങൾക്ക് എങ്ങനെ വൈദ്യുതി കിട്ടുന്നു എന്നതാണ് കോടതി മറ്റൊരു ചോദ്യമായി ഉന്നയിച്ചത്. അപ്പോൾ ഇവരുടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെ ഈ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് കൂടി ഇന്ന് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, കൊച്ചിയിലെ UDFന്റെ ഒരു പ്രതിഷേധം, പനമ്പള്ളി നഗറിലെ CPMന്റെ സമ്മേളനം, അതൊക്കെ ചേർത്ത് വിശദമായി കോടതി അത് പരിഗണിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. വ്യാഴാഴ്ചയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വാദം ഇനി ഹൈക്കോടതിയിൽ നടക്കുക. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല ഇടത്താവളത്തിൽ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ് സ്ഥാപിച്ചതിനെതിരെ ഹൈക്കോടതി. അഭിവാദ്യ ഫ്ലെക്സ് വയ്ക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങളെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ആലപ്പുഴ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ സർക്കാർ തീരുമാനത്തിന് അഭിവാദ്യം അർപ്പിച്ച് ക്ഷേത്രോപദേശക സമിതി സ്ഥാപിച്ച ഫ്ലെക്സിനെതിരെയാണ് ദേവസ്വം ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം ഉണ്ടായത്. സമാന സ്വഭാവത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ മറ്റിടത്താവളങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിക്കണം. 2 ദിവസത്തിനകം ഇക്കാര്യം വിശദീകരിക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ജയിച്ചെങ്കിലും പരസ്യപ്പോര്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി അതൃപ്തി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ MLA. തനിക്കൊഴികെ എല്ലാവർക്കും ചുമതല കൊടുത്തെന്ന് ചാണ്ടി ഉമ്മൻ തുറന്നു പറഞ്ഞു. ചാണ്ടി ഉമ്മനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. തന്നോടൊപ്പം മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നവരെ പോലും തിരികെ അയച്ച് ചുമതല നൽകിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാർട്ടി നേതൃത്വത്തോടാണ് ചാണ്ടി ഉമ്മന്റെ പരാതിയെന്നും താൻ നേതൃത്വത്തിന്റെ ഭാഗമല്ല എന്നുമായിരുന്നു പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത്. എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. കൂട്ടി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ചുമതല. ഇതുപോലുള്ള വിവാദങ്ങൾ പരസ്യമായിട്ട് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതുകൂടി തീർത്ത്
ഭംഗിയായി പോകുന്നതിനുള്ള നടപടിയുണ്ടാകും. ഇല്ല, എന്നോടാരും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. അല്ല, എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ഭിന്നതയില്ല. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് വി കെ ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു വലിയ വിജയം ഉണ്ടായത്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അദ്ദേഹം വന്നിരുന്നു, ഞങ്ങളെ കൂടിയാണല്ലോ സ്വീകരിച്ച്. നിരവധി കുടുംബയോഗങ്ങളിലും പൊതുപരിപാടികളിലൊക്കെ ചാണ്ടി ഉമ്മൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തനം അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അല്ല, പ്രത്യേക ചുമതല ആർക്കും നൽകിയിട്ടില്ല. KPCC തീരുമാനിച്ച മുതിർന്ന നേതാക്കന്മാർക്കാണ് ചുമതല. അദ്ദേഹം MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്, പ്രചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേക ചുമതല അദ്ദേഹത്തിന് നൽകിയതായിട്ട് അറിയില്ല. പാലക്കാട്ട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. നിഖിൽ, ഇത് കേവലം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ പരാതിക്ക് പിന്നിലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. രമേശ് ചെന്നിത്തല ഏതാണ്ട് ഏറെക്കുറെ അത് വേറൊരു തരത്തിൽ ഇപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് നേതൃത്വത്തിന്റെ ചുമതല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് സംസ്ഥാന കോൺഗ്രസിലെ പല പല പ്രശ്നങ്ങൾ ചേർന്ന് അത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണമായി പുറത്തു വരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ പ്രതികരിച്ചവരൊക്കെ രമേശ് ചെന്നിത്തല ഒഴികെ മറ്റെല്ലാവരും യഥാർത്ഥത്തിൽ ചാണ്ടി ഉമ്മനെ തള്ളുകയാണല്ലോ ചെയ്തതല്ലേ. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഈ ആരോപണം, ഈ പരാതി തള്ളുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? വിജയകുമാർ, കോൺഗ്രസിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും വലിയൊരു ഐക്യം രൂപപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ചാണ്ടി ഉമ്മന്റെ ഇന്നത്തെ പ്രതികരണവും അതിനെ തുടർന്നുണ്ടായ പ്രതികരണങ്ങളും. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം പാലക്കാട്ടെ ചുമതല നൽകാത്തതുമായി ബന്ധപ്പെട്ടൊരു ചാണ്ടി ഉമ്മന്റെ പ്രതികരണമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. ഇതിന് പിന്നിൽ മറ്റു ചില കളികൾ കൂടി ഉണ്ട് എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കണം. എന്തായാലും ചാണ്ടി ഉമ്മന്റെ ഈ പ്രസ്താവനയോട്, അതായത് നമ്മളത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നടത്തിയിട്ടുള്ള മുന്നൊരുക്കം എന്നുള്ളത് അത് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. ഘടകകക്ഷിയിലെ നേതാക്കൾക്ക് പോലും ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചുമതല നൽകിയിരുന്നു. അത് അങ്ങനെ നൽകിയിട്ടില്ല എന്ന് വി കെ ശ്രീകണ്ഠൻ പറയുമ്പോൾ അത് തെറ്റാണ്. PK ഫിറോസിനടക്കം ഇവിടെ വാർഡുകളിൽ ചുമതല നൽകുന്ന, ബൂത്തുകളിൽ ചുമതല നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് എല്ലായിടങ്ങളിലും മികച്ച പ്രവർത്തനം നേതാക്കൾ കാഴ്ചവെക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ആ പശ്ചാത്തലത്തിലാണ് ചാണ്ടി ഉമ്മൻ ചോദിച്ചത് തനിക്ക് എവിടെയും ഒരു ചുമതല നൽകിയിരുന്നില്ല എന്നുള്ളത്. അതേസമയം ചാണ്ടി ഉമ്മൻ ഇവിടെ പ്രചരണത്തിന് വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യത്തോടുള്ള പ്രതികരണം നമ്മൾ വായിക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് തന്റെ ഒപ്പം മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് വരെ ഇവിടെ അവരെ വിളിച്ചു വരുത്തി പ്രചരണത്തിന് ചുമതല നൽകിയിരുന്നു. എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മന് പ്രചരണ ചുമതല നൽകാതിരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് വി കെ ശ്രീകണ്ഠൻ ഉറപ്പിച്ചു പറയുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തന്നോട് ഇത്തരത്തിലുള്ള ഒരു പരാതി ആരും പറഞ്ഞിരുന്നില്ല. താനോ ചാണ്ടി ഉമ്മനുമായോ യാതൊരു തരത്തിലുള്ള അതൃപ്തിയുമില്ല. തനിക്ക് സഹോദര തുല്യനാണ് ചാണ്ടി ഉമ്മൻ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ പ്രചരണം ആരംഭിക്കുന്നത് തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയ സമയത്തായിരുന്നു. ആ സമയത്തെ ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യമടക്കം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. അതുമുതൽ ഇങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം എല്ലാവരും ആഘോഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വെടി ചാണ്ടി ഉമ്മൻ പൊട്ടിക്കുന്നത്. അതെന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില പരാതികളുടെ, ആരോപണങ്ങളുടെ ഒക്കെ തുടർച്ചയാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് ഡോക്ടർ പി സരിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തേടിയിരുന്നു. പാലക്കാട് ഡോക്ടർ പി സരിൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ട ഒരാളായിരുന്നു ചാണ്ടി ഉമ്മൻ. സരിൻ പറയുന്നത് കോൺഗ്രസിലെ പുതുവർഷം ഇനി ഗംഭീരമായിരിക്കും, വരാൻ പോകുന്ന തർക്കങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോഴത്തെ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം എന്നാണ് ഡോക്ടർ പി സരിൻ പറഞ്ഞത്. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. കേവലം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഈ പരസ്യ പ്രതികരണങ്ങൾക്ക് പിന്നിൽ മറ്റു പലതുമുണ്ട്. അതൊക്കെ ഈ പാലക്കാട് പശ്ചാത്തലത്തിൽ പുറത്തു വരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പറയുന്നത് പാർട്ടിക്കകത്തെ ചെറിയ ചെറിയ വിഷയങ്ങളാണ്, അത് ചർച്ച ചെയ്ത് പരിഹരിക്കും, അതിൽ ഒതുക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ സജീവമാകുമ്പോഴും അതൃപ്തിയുമായി നേതാക്കൾ രംഗത്താണ്. മാധ്യമങ്ങളിലൂടെ പേരുകൾ പുറത്തു വരുന്നതിലെ അനിഷ്ടം നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ പുനഃസംഘടന വേണമെന്നാണ് ആവശ്യം. KPCC പ്രസിഡന്റിനെ നിലനിർത്തിക്കൊണ്ടുള്ള പുനഃസംഘടന എന്ന ഫോർമുല പാർട്ടിയിലെ വലിയ വിഭാഗം നേതാക്കളും അംഗീകരിക്കുന്നില്ല. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ K സുധാകരനും താൽപര്യമില്ല. ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെങ്കിലും അനൌദ്യോഗികമായി വിഷയം സജീവ ചർച്ചയിലാണ്.
നിലവിലുള്ള ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതിനാകണം പുനഃസംഘടനയെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24നോട്. KPCC പ്രസിഡന്റിനെ മാത്രം ചുറ്റിപ്പറ്റി ഉയരുന്ന ഒരു വിവാദം അല്ലല്ലോ. അത് എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ എടുക്കുന്ന ഒരു പൊതു തീരുമാനമുണ്ട്. ആ പൊതു തീരുമാനം പാർട്ടിയെ മൊത്തത്തിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന രൂപത്തിലാവണം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകൾ പുറത്തുപോകുന്നതിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. പാർട്ടിയിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഔദ്യോഗികമായി ഇതുവരെ നടന്നിട്ടില്ല. വിവാദങ്ങളില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കുക എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള ദൗത്യം. 24 തിരുവനന്തപുരം. മാടായിയിൽ രാഘവന്റെ മറുപടി. കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തെ ചൊല്ലി കോൺഗ്രസിൽ ആഭ്യന്തര കലഹം. കണ്ണൂർ DCC നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കിയും കെ സുധാകരനെ പരോക്ഷമായി വിമർശിച്ചും MK രാഘവൻ MP ഇന്ന് രംഗത്തു വന്നു. വിവാദ നിയമനങ്ങളിൽ MK രാഘവനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം. MK രാഘവൻ MP ചെയർമാനായ കോൺഗ്രസ് ഭരണസമിതി നിയന്ത്രിക്കുന്ന മാടായി കോളേജിലെ നിയമനങ്ങളാണ് വിവാദത്തിന് ഇന്ധനമായത്. കോഴ വാങ്ങി CPIMകാരെ നിയമിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും തുടക്കമിട്ട പരസ്യകലാപം നേതൃത്വത്തിലേക്കും പടരുന്നു. വിവാദ നിയമനങ്ങളെ ന്യായീകരിച്ച MK രാഘവൻ കോളേജ് ഭരണസമിതി അംഗങ്ങൾക്കെതിരായ പാർട്ടിതല അച്ചടക്ക നടപടി തെറ്റെന്നും വിമർശിച്ചു. DCC നേതൃത്വത്തെ പരസ്യമായി തള്ളിയ MK രാഘവൻ കെ സുധാകരനെതിരെയും ഒളിയം പെയ്തു. ഈ ജോലി കിട്ടാത്ത എല്ലാ ആളുകളെയും ഇളക്കി വിട്ടിരിക്കുകയാണ്. കിട്ടാതിരിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, ആളുകൾ എനിക്കറിയാം. അത് സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഇപ്പം പറയുന്നില്ല കേട്ടോ. കടുത്ത പ്രതിഷേധം ആസൂത്രിതമെന്നാണ് MK രാഘവന്റെ നിലപാട്. നീക്കങ്ങൾക്ക് കെ സുധാകരന്റെ അടക്കം ആശീർവാദമുണ്ടെന്നും രാഘവൻ കരുതുന്നു. ഇതോടെയാണ് വിഷയം നേതൃതലത്തിലെ തർക്കമായി വളരുന്നത്. നിയമനങ്ങളിൽ MK രാഘവന് വീഴ്ചയുണ്ടായെന്ന നിലപാടിലാണ് കണ്ണൂർ DCC. അതേസമയം പ്രതിഷേധം കടുപ്പിച്ച് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അടക്കം കൂടുതൽ നേതാക്കൾ രാജ്യസന്നദ്ധത അറിയിച്ചു. MK രാഘവന്റെ കുഞ്ഞിമംഗലത്തെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രാദേശിക നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ പ്രാദേശിക നേതൃത്വത്തെയും പ്രവർത്തകരെയും കൈവിടാനാകില്ലെന്നാണ് DCC നിലപാട്. 24 കണ്ണൂർ. സംഘടനാ പ്രശ്നങ്ങൾക്കും വിഭാഗീയതകൾക്കുമിടെ CPIM ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം. വിഭാഗീയതയുടെ പേരിൽ ഏരിയ കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ട കൊല്ലത്താണ് ആദ്യ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇല്ലാതെയാണ് കൊല്ലം ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. ഈ പ്രസ്ഥാനത്തിൻ്റെതായ വ്യക്തമായ ചിട്ടയും ക്രമവുമുണ്ട് പ്രവർത്തനത്തിൽ. ആ ചിട്ടയും ക്രമവും അറിഞ്ഞ് പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിൽ ആ ചിട്ടയും ക്രമവും ഉണ്ടാക്കാൻ പാർട്ടി ഇടപെടും. ചിട്ടയും ക്രമവും കൂടാതുള്ള വ്യതിചലനങ്ങൾ ഇതാദ്യമായിട്ട് സംഭവിക്കുന്നതാണോ? അല്ല. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. ശ്രീജിത്ത്, പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് MA ബേബിയാണെന്ന് തോന്നുന്നു. MA ബേബിയുടെ പ്രസംഗത്തിൽ തന്നെ കൊല്ലത്തെ സംഘടനാ പ്രശ്നങ്ങൾ, വിഭാഗീയ പ്രശ്നങ്ങൾ പരാമർശിച്ചിരുന്നു അല്ലേ? വിജയകുമാർ, കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ്. കൊല്ലത്തെ സംഘടനാ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു MA ബേബിയുടെ ഉദ്ഘാടന പ്രസംഗം. ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്ത അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടാതെ കൊല്ലം ജില്ലയിലെ പാർട്ടിയെപ്പറ്റി ചില പരിഹാസരൂപേണയുള്ള പ്രതികരണങ്ങളും ബേബി പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് നടത്തി. കൊല്ലത്തെ പാർട്ടി CPIMന് കേരളത്തിലാകെ വലിയ സംഭാവന നൽകാൻ കെൽപ്പുള്ള പാർട്ടിയാണ്. നല്ല സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പരിഹാസരൂപേണ പറഞ്ഞു. ജയിക്കാവുന്ന തെരഞ്ഞെടുപ്പുകൾ തോറ്റ ചരിത്രവും കൊല്ലത്തിനുണ്ട്. അതുകൊണ്ട് സംഘടനാപരമായ ബലഹീനതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ജില്ലാ സമ്മേളനത്തിലൂടെ കൊല്ലത്തെ പാർട്ടിക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു MA ബേബിയുടെ പ്രസംഗം. എന്തായാലും ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് അതിന്റെ ഗൌരവതരമായ അജണ്ടയിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ പ്രസീഡിയം അടക്കമുള്ള ആ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പാണ് ഈ
ജില്ലാ സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ 3 കൊല്ലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിട്ടുള്ള കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവന്റെ റിപ്പോർട്ട് അവതരണമാണ് സമ്മേളനത്തിൽ നടക്കാൻ പോകുന്നത്. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി എന്ത് നിലപാടാണ് ഈ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം 2 നേതാക്കൾ ചേരിതിരിഞ്ഞ് 2 പക്ഷങ്ങളുടെ നേതാക്കളായി ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കരുനാഗപ്പള്ളിയിൽ കണ്ടത്. സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഒരു ഭാഗത്തും മറുവശത്ത് ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തനും. അതുകൊണ്ട് ഈ കാര്യത്തിൽ പാർട്ടി എന്ത് നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന കാര്യം ഈ റിപ്പോർട്ട് അവതരണത്തിലൂടെ അറിയാൻ കഴിയും. വിജയകുമാർ. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. MA ബേബിയുടെ PB അംഗം MA ബേബിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ കൊല്ലത്തെ സംഘടനാ പ്രശ്നങ്ങൾ, വിഭാഗീയ നീക്കങ്ങൾ, അത് പല ഘട്ടങ്ങളിൽ പല തരത്തിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ആർ ശ്രീജിത്ത് പറയുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പരാമർശങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മറ്റു പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. അതിജീവിത രാഷ്ട്രപതിയോട്. നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് കത്തുമായി അതിജീവിത. ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചതിൽ നടപടിയില്ല എന്ന് കത്തിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. കോടതിയുടെ കൈവശമുള്ള മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ച വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും അതിജീവിത സമീപിച്ചിരുന്നു. പരാതിയിൽ അനുകൂല ഇടപെടലുണ്ടായില്ല. നടപടിയെടുക്കേണ്ടത് ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ്. ഇതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചതെന്നും അതിജീവിത. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും കത്തിൽ പറയുന്നു. മെമ്മറി കാർഡ് തുറന്ന സംഭവത്തിൽ വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി വീണ്ടും അന്വേഷണം നടത്തണമെന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം. നിയമപരമായി ഇത് നിലനിൽക്കില്ലെന്ന് മേൽക്കോടതികൾ നിരീക്ഷിച്ചു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയായേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ. 24 കൊച്ചി. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഭാഗം കേൾക്കും. തലമുറകളായി മുനമ്പത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ 24നോട് പറഞ്ഞു. വഖഫ് ബോർഡ്, ഫറൂഖ് കോളേജ്, അതുപോലെ മുനമ്പം നിവാസികൾ, ഇവരുടെ എല്ലാം നിലപാട് എഴുതി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗവൺമെൻറ്റിനോട് അത് കഴിഞ്ഞ് എല്ലാം അവിടുത്തെ സ്ഥിതിവിശേഷം എല്ലാം ചോദിച്ച് അവിടുത്തെ വസ്തുവിൻ്റെ അവൈലബിലിറ്റിയും അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് അടുത്ത മാസം ഞാൻ എല്ലാവരെയും കേൾക്കും. അടുത്ത മാസം ജാനുവരി കേട്ട് ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഫെബ്രുവരി തന്നെ റിപ്പോർട്ട് എഴുതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടുള്ള തിരക്കുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ പോകുന്നത്. തിരുവനന്തപുരം പോത്തൻകോട് വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി കസ്റ്റഡിയിൽ. പോത്തൻകോട് സ്വദേശി തൗഫീഖിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് പുലർച്ചെയാണ് ഭിന്നശേഷിക്കാരിയായ തങ്കമണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ പ്രതിയുടെ പങ്ക് വ്യക്തമാണ്. CCTV ദൃശ്യങ്ങളുണ്ട്. മോഷണം തന്നെയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസ് വിലയിരുത്തിയിരിക്കുന്ന കാര്യം. ഈ അല്പസമയം മുമ്പ് ഈ പ്രതി ഈ കൊല്ലപ്പെട്ട തങ്കമണിയിൽ നിന്ന് അപഹരിച്ച ഈ സ്വർണ്ണ കമ്മൽ പോലീസ് കണ്ടെടുത്തിരുന്നു. ഈ പോലീസ് ഈ കൊലപാതക ശേഷം തങ്കമണിയുടെ സ്വർണം കവരുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം ചാലയിലുള്ള ഒരു സ്വർണ്ണക്കടയിൽ ഇത് വിൽക്കുകയും 5000 രൂപ വാങ്ങിയെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. അല്പസമയം മുമ്പ് ഈ പ്രതിയുമായി ചാലയിലുള്ള ഈ സ്വർണ്ണക്കടയിൽ എത്തി ഈ കമ്മലുകൾ പോലീസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിൽ കൃത്യമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതോടെയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനായത്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം പോത്തൻകോട് കൊയ്തൂർ കോണത്ത് ഈ ദുരൂഹ സാഹചര്യത്തിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഈ അസ്വാഭാവികമായി പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കാരണം ഒരു കൊലപാതക ശ്രമത്തിന്റെ സാധ്യതകൾ പ്രാഥമിക നോട്ടത്തിൽ തന്നെ പോലീസിന് ബോധ്യമായിരുന്നു. ഈ മുഖത്ത് മുറിവേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. ഈ ധരിച്ചിരുന്ന കമ്മലും കാണാനില്ല എന്ന ബന്ധുക്കൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചത്. തുടർന്ന് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് സമീപത്തുണ്ടായിരുന്ന ഒരു CCTV ദൃശ്യമാണ്. സമീപത്തെ റേഷൻ കടയിൽ നിന്നുള്ള CCTV ദൃശ്യത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ നടന്നു പോകുന്നതായി പോലീസ് കണ്ടെത്തി. പിന്നീട് ഈ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോത്തൻകോട് സ്വദേശിയായ തൗഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ആ പ്രതി CCTVയിലുള്ള
ആളാണെന്ന് വ്യക്തമാവുകയും ഈ കൊലപാതകം നടത്തിയത് തൗഫീഖ് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇനി ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണമാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. ഈ മോഷണ ശ്രമമാണ് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് നിലവിൽ പോലീസിനുള്ളത്. മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു കാരണം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ പിന്നിലുണ്ടോ എന്ന് കൃത്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട തങ്കമണിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത്. ഈ കസ്റ്റഡിയിലായ പ്രതി തൗഫീഖ് നേരത്തെയും സമാനമായ കേസുകളിൽ പ്രതിയാണ്. പോക്സോ കേസും കവർച്ചാ കേസും അടക്കം പ്രതിക്ക് എതിരെ ഉണ്ട്. ഒപ്പം ഇന്നലെ ഈ തിരുവനന്തപുരം രാജാജി നഗറിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായാണ് പ്രതി ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മറ്റൊരു മോഷണ കേസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും ഈ പ്രതി തൗഫീഖിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനായി എന്നതാണ് ഈ കേസിൽ നമുക്ക് വ്യക്തമാകുന്നത്. പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. തൗഫീഖ് ഇയാൾ പോത്തൻകോട് സ്വദേശിയാണ്. നേരത്തെയും ക്രിമിനൽ കേസുകളിൽ അയാൾ പ്രതിയാണ്. പോക്സോ കേസിലൊക്കെ പ്രതിയാണ്. ഈ മോഷണത്തിന് അയാൾ വന്നത്, ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ച മോഷണത്തിന് അയാൾ വന്നത് ഒരു സ്ഥലത്തു നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് എന്നുകൂടി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിശദമായ അന്വേഷണം നടക്കുകയാണ്. കരുവന്നൂർ ബാങ്കിൽ വീണ്ടും ഇഡിയുടെ പരിശോധന. അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധന. ബാങ്കിന്റെ പരിധിക്ക് പുറത്തുള്ളവരുടെ ലോൺ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ കരുവന്നൂർ കേസിലെ ഇഡി അന്വേഷണം എങ്ങും എത്തുന്നില്ല, അത് നിലച്ചു എന്നൊക്കെയുള്ള വിമർശനം ഉയരുമ്പോഴാണ് ഇഡി വീണ്ടും അവിടെ ഒരു പരിശോധന നടത്തുന്നത്. എന്താണ് ഇഡിയുടെ നീക്കം? വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ബാങ്കിൽ നിന്ന് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട്? വിജയകുമാർ, ഇന്നത്തെ ഇഡിയുടെ പരിശോധന എന്ന് പറയുന്നത് ഈ ബാങ്കിന്റെ പരിധിക്ക് പുറത്തുള്ള ആളുകൾക്ക് ഈ ബാങ്കിൽ നിന്ന് നേരത്തെ വായ്പ നൽകിയതാണ്. അതിൽ വലിയ തുകകളാണ് പലർക്കും നൽകിയിരിക്കുന്നത്. 50 ലക്ഷം അടക്കമുള്ള തുകകൾ ആണ് പലർക്കും നൽകിയിരിക്കുന്നത്. ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇഡിയുടെ കൊച്ചി യൂണിറ്റ് ഈ കരുവന്നൂർ ബാങ്കിലെത്തി പരിശോധന നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ പ്രാഥമികമായ ഈ ലോൺ സംബന്ധമായ പ്രാഥമികമായ വിവരങ്ങൾ ഇഡി ശേഖരിക്കുകയും ചെയ്തു. ഇതിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ സ്ഥലപരിമിതിക്ക് പുറത്തു നിന്ന് ഉള്ളവർക്ക് ലോൺ കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്ന നടപടിയിലേക്കാണ് ഇഡി കടക്കുന്നത്. അവർക്ക് നോട്ടീസ് നൽകും. അതിന്റെ ഭാഗമായ ഉള്ള വിവരശേഖരണമാണ് ഇപ്പോൾ നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്രയും നാളത്തെ ഇഡി ഇടപെടലിനെ ഈ സഹകരണ ബാങ്ക് ഒരിക്കൽ പോലും സ്വാഗതം ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഇഡി നടപടി അംഗീകരിക്കാൻ കഴിയുന്നതാണ്. കാരണം ഈ ബാങ്കിനെ സംബന്ധിച്ച് ഒരു തരത്തിലും തിരിച്ചു കിട്ടാത്ത തുകയാണ്. ഈ തിരിച്ചു കിട്ടാത്ത ലോൺ അടയ്ക്കാത്ത ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇഡി കടന്നിരിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് ആശ്വാസകരമാണെന്ന് ബാങ്ക് അധികൃതരും പറയുന്നുണ്ട്. എന്തായാലും വിവരശേഖരണം പൂർത്തിയാക്കി നിലവിലെ ഇഡി സംഘം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, കരുവന്നൂർ ബാങ്ക് അതിന്റെ പരിധിക്ക് പുറത്തുള്ളവർക്ക് ലോൺ നൽകിയതിന്റെ വിവരങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. ഇഡി അത് ശേഖരിച്ചു മടങ്ങുകയും വിവരശേഖരണം പൂർത്തിയാക്കി ഇഡി സംഘം മടങ്ങി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. 24 ക്യാമ്പയിൻ തുടരുന്നു. തലവെക്കല്ലേ തട്ടിപ്പാണ്. ബോധവൽക്കരണം ശക്തമാകുന്നതിനിടയിലും ഓൺലൈൻ വഴിയുള്ള വൻ തട്ടിപ്പുകൾ അവസാനിക്കുന്നില്ല. കൊച്ചി സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് തട്ടിപ്പ് സംഘം ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിന്റെ മറവിൽ കവർന്നത് 4 കോടിയിലേറെ രൂപ. ബജാജ് ട്രേഡിംഗ് ആപ്പിന്റെ വ്യാജ പതിപ്പുണ്ടാക്കിയാണ് 21 തവണയായി തട്ടിപ്പ് നടത്തിയത്. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് അരങ്ങേറിയത്. ബജാജിന്റെ പേരിലായിരുന്നു ഇത്തവണ തട്ടിപ്പ്. ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്ത് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടന്നത്. തൃപ്പൂണിത്തുറ സ്വദേശിയായ ഡോക്ടർ വാസുദേവന്റെ കയ്യിൽ നിന്നാണ് 21 തവണയായി 4 കോടി രൂപയിലധികം തട്ടിയെടുത്തത്. ഡിസംബർ 4-നാണ് അവസാനമായി 5 ലക്ഷം രൂപ നൽകിയത്. പിന്നീട് ആപ്പിനെ കുറിച്ച് ഒരു വിവരവുമില്ലാതായതോടെയാണ് ഡോക്ടർ സൈബർ സ്റ്റേഷനിൽ പരാതി നൽകിയത്. വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് ഷെയർ ട്രേഡ് നടത്തേണ്ട ആപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. തട്ടിപ്പ് പൂർത്തിയായതോടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തു. ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞിടെ നടന്ന ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് കൊച്ചിയിൽ അരങ്ങേറിയതെന്ന് പോലീസ് പറയുന്നു. കൈമാറ്റം ചെയ്ത പണം തട്ടിപ്പുകാർ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് മാത്രമല്ല, തട്ടിപ്പിന്റെ തെളിവുകൾ ഇല്ലാതാക്കി കുറ്റവാളികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് തൃപ്പൂണിത്തുറയിൽ 4 കോടി രൂപ തട്ടിയെടുത്ത കേസ്.
പോലീസ് അന്വേഷണം കാര്യക്ഷമമാണെങ്കിലും കുറ്റവാളികളെ പിടികൂടാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. വീടുകളിൽ വെള്ളം കയറുന്നതിൽ പ്രതിഷേധവുമായി കൊച്ചി താന്തോന്നിത്തുരുത്ത് നിവാസികൾ. ഔട്ടർ ബണ്ട് നിർമ്മിക്കാത്തതിനെതിരെ നാട്ടുകാർ ഗോശ്രീ ഐലൻഡ് വികസന അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ഔട്ടർ ബണ്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് 12 വർഷത്തെ പഴക്കമുണ്ട്. കളക്ടറും ജിഡയും പലതവണ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. വേലിയേറ്റത്തിൽ ഇന്നലെയും താന്തോണിത്തുരുത്തിലെ വീടുകളിലേക്ക് വെള്ളം ഇരിച്ചെത്തി. നനഞ്ഞു, അലമാരിയുടെ ഉള്ളിലൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. ഉടുപ്പെല്ലാം നനഞ്ഞു പോയി. കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. സർക്കാർ CRZ അനുമതി നൽകുന്നില്ലെന്ന് TJ വിനോദ് MLA ആരോപിച്ചു. കഴിഞ്ഞ 8 മാസമായി CRZന്റെ NOCക്ക് വേണ്ടി പല റിപ്പോർട്ടുകൾ കൊടുത്തുവെങ്കിലും ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് എൻവയറമെന്റൽ എഞ്ചിനീയർമാർ ഇത് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാവപ്പെട്ട ജനങ്ങളുടെ വീടുകളിൽ അർദ്ധരാത്രി വെള്ളം കയറുമ്പോൾ ഉണ്ടാകുന്ന ദുരിതപൂർണമായ സാഹചര്യമാണ് ഉള്ളത്. പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയില്ല. ഔട്ടർ ബണ്ട് നിർമ്മാണത്തിൽ തീരുമാനമാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ദ്വീപ് നിവാസികൾ വ്യക്തമാക്കി. 24 കൊച്ചി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നിന്ന് ഗുരുതര അനാസ്ഥയുടെ മറ്റൊരു വാർത്ത കൂടി. ആശുപത്രിയിൽ ജനിച്ച കുട്ടിയുടെ കൈ വാക്വം ഡെലിവറിക്കിടെ തളർന്നുപോയി എന്നാണ് പരാതി. ചികിത്സാ പിഴവിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് കുഞ്ഞിന്റെ കുടുംബത്തിന്റെ പരാതി. ആലപ്പുഴ തെക്കനാര്യാട് അവലൂക്കുന്ന് പുത്തൻപുരയ്ക്കൽ ആകേഷ് രമ്യ ദമ്പതികളുടെ 2 മാസം പ്രായമായ പെൺകുഞ്ഞിന്റെ വലത് കൈയുടെ ചലനശേഷിയാണ് ഇല്ലാതായത്. കഴിഞ്ഞ ഒക്ടോബർ 2-ന് വാക്യൂം ഡെലിവറിയിലൂടെ ജനിച്ച കുഞ്ഞിന്റെ ചലനശേഷി നഷ്ടമായെന്ന് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജിന് മാതാവ് പരാതി നൽകി. വലത് കൈക്ക് ചലനശേഷി കുറവാണ്. തന്നെത്താനെ കൈ നിവർത്തത്തില്ല, മുകളിലോട്ട് പൊക്കത്തില്ല, കൈ തന്നെത്താനെ മടക്കത്തില്ല, കൈ തിരിച്ചു വെച്ചിരിക്കുക, തിരിഞ്ഞിരിഞ്ഞാ പോകുന്നത്. നിലവിൽ ആരോപണം നേരിടുന്ന വനിതാ ഡോക്ടർ പുഷ്പയാണ് ചികിത്സ നടത്തിയതും പ്രസവം എടുത്തതും. ഡോക്ടറിനെ ഓവർ ധൃതിയും സ്പീഡുമാണ്. 3:30 മണി വെളുപ്പിന് കുഞ്ഞിനെ അതിനകത്ത് മരുന്ന് വെച്ച് എന്നാൽ ഇത് പറ്റത്തില്ലെങ്കിൽ അപ്പം തന്നെ 2 മണിയാകുമ്പോൾ ഡോക്ടറിന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ട് അത് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ പക്ഷെ അതുപോലും ഡോക്ടറിന് സമയമില്ല. ഡോക്ടർ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെ പോയി 6:30 വന്ന് അത് കഴിഞ്ഞാണ് നോക്കിയത്. ഡോക്ടറിന് ഓൾറെഡി സ്പീഡാണ്. പ്രസവത്തിനായി കഴിഞ്ഞ സെപ്റ്റംബർ 29-നാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത്. കുഞ്ഞിനെ വാക്യൂം ഉപയോഗിച്ച് പുറത്തെടുത്തതിലുണ്ടായ പിഴവാണ് വൈകല്യത്തിന് കാരണം. പേശികൾക്ക് ബലമില്ലാതെ തളർന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടറെ ധരിപ്പിച്ചെങ്കിലും 2 മാസം കഴിഞ്ഞ് ഫിസിയോതെറാപ്പിയിലൂടെ ശരിയാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും എന്നാൽ ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം വാക്യൂം ഡെലിവറിയിലൂടെ ജനിച്ച 1.5 വയസ്സുകാരന്റെ വലത് കൈയുടെ സ്വാധീനവും ഇത്തരത്തിൽ നഷ്ടമായെന്ന പരാതിക്ക് പിന്നാലെയാണിത്. 24 ആലപ്പുഴ. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യുവജന സംഘടനകൾ കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. ശാരീരിക അവശതകൾ നേരിട്ട കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം വൈകി ഹോസ്റ്റലിലെത്തിയെന്നും ഇത് വാർഡൻ ചോദ്യം ചെയ്തുവെന്നും FIR-ൽ പറയുന്നു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം കുഞ്ഞായിഷ മൻസൂർ ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ സഹപാഠികളുടെ മൊഴിയെടുത്തു. ഇതിനിടെ കേസന്വേഷണത്തിൽ പോലീസ് അനാസ്ഥയെന്ന് ചൂണ്ടിക്കാട്ടി DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മൻസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നയത്തിനെതിരായ പ്രതിഷേധമാണ് ഏറ്റെടുക്കുന്നത്. എന്നാൽ ബാബു പെരിങ്ങത്ത് ഇവിടെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പണം പങ്കുപറ്റിക്കൊണ്ട് ഈ സമരത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ്. മൻസൂർ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി DCC അധ്യക്ഷൻ PK ഫൈസൽ രംഗത്തെത്തി. മൻസൂർ ഹോസ്പിറ്റൽ ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 20 വർഷക്കാലത്തെ മൻസൂർ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായി അന്വേഷണം നടത്തണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. പെൺകുട്ടിയുടെ സഹപാഠികൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സയിലുള്ള കുട്ടിയെ സന്ദർശിച്ചു. 24 കാസർഗോഡ്.
നഴ്സിംഗ് പ്രവേശന ക്രമക്കേടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു 24. പത്തനംതിട്ട വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിലെ മാനേജ്മെന്റ് സീറ്റിലെ പ്രവേശനത്തിലും മെറിറ്റ് അട്ടിമറിയുണ്ടായി എന്നാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട ഫീ റെഗുലേറ്ററി കമ്മിറ്റി ശ്രീ അയ്യപ്പ കോളേജിന് നോട്ടീസ് അയച്ചു. 24 ഫോളോ അപ്പ്. കഴിഞ്ഞ നവംബർ 14-നാണ് 6 വിദ്യാർത്ഥികൾ ഇമെയിൽ വഴി ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് പരാതി അയച്ചത്. മാനേജ്മെന്റ് സീറ്റിൽ അപേക്ഷിച്ചവരോട് തലവരിപ്പണം ചോദിച്ചു. പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ 10 അപേക്ഷകരുടെ വിവരങ്ങൾ വ്യാജമാണെന്ന് സംശയിക്കുന്നതായും പരാതിയിലുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അയ്യപ്പ കോളേജിന് നോട്ടീസ് അയച്ചു. നവംബർ 20-ന് അയച്ച നോട്ടീസിൽ 3 ദിവസത്തിനകം മറുപടി നൽകണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അറിയിച്ചു. അതേസമയം ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അഡ്മിഷനിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടില്ലെന്നും അയ്യപ്പ കോളേജ് അധികൃതരും പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വീണ്ടും കുഞ്ഞിനോട് ക്രൂരത. 4 വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ചുവെന്നാണ് പരാതി. സ്കൂളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് വിവരം പുറത്തായത്. 24 വാർത്തയ്ക്ക് പിന്നാലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടു. LKG വിദ്യാർത്ഥിയായ 4 വയസ്സുകാരിയോടാണ് അധ്യാപികയുടെ ക്രൂരത. സ്കൂളിൽ വെച്ച് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് നുള്ളി മുറിവേൽപ്പിക്കുകയായിരുന്നു. വിവരം പേടിച്ച് പുറത്തു പറയാതിരുന്ന കുഞ്ഞിനെ പരിശോധിക്കുമ്പോഴാണ് ക്രൂരത മാതാപിതാക്കൾ അറിയുന്നത്. അത് ടീച്ചർ നുള്ളി തന്നും ഇവിടെ എനിക്ക് വേദന ഉണ്ട്. അപ്പം ഞാൻ ബാത്റൂമിൽ കൊണ്ട് നോക്കിയപ്പോൾ പിള്ളേക്ക് അവിടെ കട്ടിക്ക് ചുവന്ന് മുഖം നടന്ന് നല്ല വേദനയുണ്ട്. ഇതാദ്യമല്ല അധ്യാപിക കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് എന്നാണ് മാതാവിന്റെ പ്രതികരണം. ഒരു 6 മണി കഴിഞ്ഞ സമയത്ത് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് എനിക്ക് കോൾസ് വരാൻ തുടങ്ങി. ഇതുപോലെ സോറി ഒക്കെ പറഞ്ഞു, നാളെ മുതൽ മോളെ സ്കൂളിൽ വിടണം, ആ ടീച്ചറിനെ മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടന്ന ക്രൂരത 4 വയസ്സുകാരി 24-നോട് തുറന്നു പറഞ്ഞു. ബാത്റൂമിൽ പോയപ്പോൾ ചീറ്റിനുള്ളിൽ തന്നു പറയണ്ടാന്ന്. വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 24-ന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കമ്മീഷൻ അതിനകത്ത് സ്വമേധയാ കേസെടുക്കുകയുണ്ടായി. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അധ്യാപികയ്ക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. വനിതാ ഉദ്യോഗസ്ഥർ കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്തു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നവജാത ശിശുവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്ന് പുലർച്ചെയാണ് നെല്ലിയാടി പുഴയിൽ കളത്തിൻകടവിൽ നിന്ന് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മീൻ പിടിക്കാൻ പോയവരാണ് പൊക്കിൽക്കൊടി മുറിച്ചുമാറ്റാത്ത നിലയിൽ ആൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയെ സമീപത്തെ പാലത്തിൽ നിന്ന് പുഴയിൽ ഇട്ടതാകാനാണ് സാധ്യത. വലിയ പഴക്കമൊന്നുമില്ല, എന്തായാലും ഒരു ദിവസത്തെ പഴക്കമുണ്ട്. മല്ല് വന്നിക്ക് ശരീരം ഒന്ന് വീർത്തിക്ക് ഒരു ദിവസത്തെ പഴക്കം എന്തായാലും കാണും. മീൻ കൊത്തുക അങ്ങനെ ഒന്നും ചെയ്തില്ല, മീൻ കൊത്തിയിട്ടൊന്നുമില്ല. തുണി പൊതിഞ്ഞ നിലയിലല്ല, അപ്പോൾ അതായിരിക്കും. കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കി. പ്രസവവുമായി ബന്ധപ്പെട്ട് സമീപനാളുകളിൽ ചികിത്സ തേടിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കുട്ടിയുടെ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. 24, കോഴിക്കോട്. പാലക്കാട് മണ്ണാർക്കാട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തുവെന്ന ആരോപണം. 549 രൂപ അടയ്ക്കാൻ 2 ദിവസത്തെ കാലതാമസം ചോദിച്ചിട്ട് ഏജന്റ് നൽകിയില്ല എന്ന് മരിച്ച ഇക്ബാലിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് നടപടി കാര്യക്ഷമമല്ല എന്നും ആരോപണമുണ്ട്. ഞങ്ങൾക്ക് പരാതി ഞങ്ങളെ കുറിച്ച് തന്നെ ഉള്ളൂ, ഞങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള പരാതിയുള്ളൂ, അല്ലാതെ ആരും കുറ്റക്കാരല്ല. എൻ്റെ മകനെ തിരിച്ചടക്കാൻ പറ്റിയില്ല. ഈ മാസം 2-നാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഏജന്റ് വീട്ടിലെത്തി ഇക്ബാലിനെ ഭീഷണിപ്പെടുത്തിയത്. ആഴ്ചയിൽ 549 രൂപ അടവ് നൽകാൻ കഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തുകൂടെ എന്നാണ് ഏജന്റ് ഇക്ബാലിനോട് ചോദിച്ചത്. ഏജന്റിന്റെ ഭീഷണിയിൽ മനം നൊന്ത് മുറിയിൽ കയറിയ ഇക്ബാൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കുടുംബം. സാറേ, എനിക്ക് 2 ദിവസത്തെ അവധി തരണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോയി ചത്തൂടെ, എങ്ങൾക്കൊന്നും പൈസ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു. അവരപ്പോൾ പെട്ടെന്ന് പോയി മനോവിഷമത്തിൽ വിഷം കഴിക്കുകയായിരുന്നു ചെയ്തത്. നമുക്ക് പറയാനുള്ളത് ഇക്ബാലിന് സംഭവിച്ച പോലെ ഇനി ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് ജനകീയ വേദിക്ക് പറയാനുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ജില്ലയിൽ 100 കണക്കിന് വീട്ടമ്മമാർ ഇത്തരത്തിലുള്ള ലോൺ കെണിയിൽ കുടുങ്ങിയതായി 24 അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. 30 ലോണുകൾ വരെ സ്വന്തം പേരിലുള്ള വീട്ടമ്മമാർ ജില്ലയിലുണ്ട്.
ഒന്ന് നികത്താൻ മറ്റൊരു വായ്പ എടുക്കേണ്ട അവസ്ഥ. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്നേ മതിയാകൂ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. സംസ്ഥാനത്തെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുപ്പുമായി BJP. പാർട്ടിക്കായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ പൂർണ്ണസമയ ഏജൻസിയെ കളത്തിലിറക്കിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം. മിഷൻ 2026 എന്ന പേരിൽ 21 നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും BJP നേതൃയോഗം തീരുമാനിച്ചു. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ തീരുമാനമായത്. മിഷൻ 2026 എന്ന പേരിൽ 21 നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1ഉം 2ഉം സ്ഥാനങ്ങളിലെത്തിയ മണ്ഡലങ്ങൾക്കൊപ്പം മറ്റിടങ്ങളിലും മത്സരം കടുപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിനിടെ സംസ്ഥാനത്ത് പാർട്ടിക്കായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ പൂർണ്ണസമയ ഏജൻസിയെ കളത്തിലിറക്കിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം. കേന്ദ്ര BJPക്കായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ വരാഹി എന്ന ഏജൻസിയുടെ സേവനം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ലഭ്യമാക്കും. അതേസമയം BJPയുടെ ജംബോ ജില്ലാ കമ്മിറ്റികൾക്ക് പിന്നിൽ കേന്ദ്ര തീരുമാനമെന്നാണ് വിവരം. BJP ഏജൻസിയായ വരാഹി നടത്തിയ പഠനപ്രകാരമാണ് 31 സംഘടനാ ജില്ലകൾ രൂപീകരിച്ചത്. എന്നാൽ കോർ കമ്മിറ്റിയിൽ ഇതിനെതിരെ അതൃപ്തി അറിയിച്ച് PK കൃഷ്ണദാസ് പക്ഷം രംഗത്തെത്തി. സംഘടനാ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കും എന്നായിരുന്നു നിലപാട്. ആന്ധ്രാപ്രദേശ് അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച സമാന നടപടി ചൂണ്ടിക്കാട്ടി പ്രഭാരിമാർ അതൃപ്തി തള്ളുകയുണ്ടായി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കുമെന്നതിനെ ചൊല്ലി വിവാദം തുടരുന്നു. സഖ്യത്തെ മമതാ ബാനർജി നയിക്കണമെന്ന അഭിപ്രായവുമായി ലാലു പ്രസാദ് യാദവ് രംഗത്തെത്തി. ബംഗാളിനു പുറത്ത് മമത പരാജയപ്പെട്ട നേതാവ് എന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ താൻ തയ്യാറാണെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സഖ്യത്തിലുണ്ടായ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. നേതൃത്വത്തിലേക്ക് മമതാ ബാനർജിയെ പിന്തുണച്ച RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും രംഗത്തെത്തി. കോൺഗ്രസിന്റെ എതിർപ്പിൽ കാര്യമില്ലെന്നും RJD മമതയെ പിന്തുണയ്ക്കുമെന്നും ലാലു. मुख्यमंत्री नीतीश कुमार यात्रा पे जा रहे लालू जी. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും എന്നാൽ ആരെങ്കിലും സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്തുണയ്ക്കുമെന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത്. അതേസമയം ബംഗാളിന് പുറത്ത് പരാജയപ്പെട്ട നേതാവാണ് മമതാ ബാനർജി എന്ന് കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗോർ. We all know that when India bloc leader has to be elected, that has to be when the India bloc gets the majority of MPs to elect for the prime ministership. കോൺഗ്രസിന് അഹന്തയെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മമതയ്ക്ക് അറിയാമെന്നും തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി. സമാജ്വാദി പാർട്ടി, ശിവസേന ഉദ്ധവ് വിഭാഗം, NCP, RJD എന്നീ 4 ഇന്ത്യ സഖ്യ കക്ഷികൾക്ക് പുറമെ സഖ്യത്തിന് പുറത്തുള്ള YSR കോൺഗ്രസും മമതയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 24, ഡൽഹി. ഭരണ പ്രതിപക്ഷ പോരിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ബഹളമയം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്തു വന്നപ്പോൾ ജോർജ് സോറോസ് വിഷയം ഉന്നയിച്ചാണ് ഭരണനിരയുടെ പ്രതിരോധം. പാർലമെന്റിലെ ചർച്ച സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. हर रोज यही है हमारी कोशिश, लेकिन किसी वजह से सरकार नहीं चाह रही. हम जो प्रदर्शन कर रहे हैं वो बाहर कर रहे हैं. हमने काम करके अंदर जा रहे हैं. रोज हम कोशिश करते हैं, लेकिन वो नहीं चाहते, चर्चा नहीं चाहते, तो किसी न किसी बहाने अडजर्न करा रहे हैं हर रोज. കണ്ണൂർ മാടായി കോളേജിൽ നിയമനം ലഭിച്ചവരിൽ നിന്ന് കോഴ വാങ്ങിയെന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥി 15 ലക്ഷം കോഴ വാങ്ങിയാണ് നിയമനമെന്നാണ് അഭിമുഖത്തിൽ പങ്കെടുത്ത നിതീഷ് TVയുടെ ആരോപണം. അഭിമുഖ പാനലിലെ സർക്കാർ പ്രതിനിധിക്ക് പരാതി നൽകിയെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹി കൂടിയായ നിതീഷ് പറഞ്ഞു. ശനിയാഴ്ച നടന്ന ഇന്റർവ്യൂവിൽ രണ്ടാമത് ഇന്റർവ്യൂ ചെയ്ത് തന്നെയാണ്. അതേസമയം തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ള സർക്കാർ പ്രതിനിധിക്ക് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MPയുടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി പരട്ടി പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ടിയുള്ള സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു.
സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആരോപണവും ഈ പരാതിയും MK രാഘവൻ MPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. മറ്റൊന്ന്, സർക്കാരിന് വേണമെങ്കിൽ ഇടപെടാനൊരു സാധ്യത കൂടി ഈ പരാതിയെ തുടർന്നുണ്ടാകുന്നുണ്ട്, അല്ലേ? വിജയകുമാർ, രണ്ട് തരത്തിൽ വിജയകുമാർ ശരിയായി സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിലാണ്. ഒന്ന് രാഷ്ട്രീയമായി, മറ്റൊന്ന് നിയമപരമായി കൂടിയും ഇത് വലിയ തോതിൽ കോൺഗ്രസിനകത്തും നിയമപരമായും ഒക്കെ ഒരു സങ്കീർണമായ വിഷയമായി കൂടുതൽ വിവാദമായി മാറുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ MK രാഘവൻ MP മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചത് വളരെ സുതാര്യമായി ഇക്കാര്യത്തിൽ നിയമനം നടത്തി, രാഷ്ട്രീയ പരിഗണനയൊന്നുമില്ല, സുപ്രീം കോടതി മാനദണ്ഡം, PSC മാനദണ്ഡം, സഹകരണ വകുപ്പിന്റെ ചട്ടങ്ങൾ എന്നിവയൊക്കെ അനുസരിച്ച് വളരെ സുതാര്യമായി സത്യസന്ധമായി നിയമനം നടന്നു വന്നതാണ്. ഇതിൽ പക്ഷേ MK രാഘവന്റെ ബന്ധു കൂടിയായ CPIM DYFI പ്രവർത്തകൻ, മറ്റൊരു CITU നേതാവിൻ്റെ മകൻ, അങ്ങനെ രണ്ട് CPIMകാരെ നിയമിച്ചു. എന്താണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ആരോപണം. അത് പാർട്ടിക്കകത്ത് തന്നെ വലിയ കലഹമായി തന്നെ ഇപ്പോൾ പടരുന്നുണ്ട്. ഇതിൽ ഈ ഉദ്യോഗാർത്ഥി മാത്രമല്ല, അതായത് നിതീഷ് TV എന്നത് ഉദ്യോഗാർത്ഥി മാത്രമല്ല, നിതീഷ് അടക്കമുള്ള ഉദ്യോഗാർത്ഥികൾ 80-ലധികം ഉദ്യോഗാർത്ഥികൾ ഈ 4 പോസ്റ്റിലേക്കായി അപേക്ഷിച്ചിരുന്നു. അതിൻ്റെ അഭിമുഖവും മാടായി കോളേജിൽ നടന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ റിക്രൂട്ട്മെന്റിന് അഭിമുഖത്തിന് മുന്നോടിയായി തന്നെ ഇങ്ങനെ കോഴ വാങ്ങി നിയമനം നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദ്യം അഡ്വാൻസായി 10 ലക്ഷം രൂപ വാങ്ങിക്കും. അങ്ങനെ 10 ലക്ഷം രൂപ വാങ്ങിച്ചതിന് ശേഷം അഭിമുഖത്തിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. പിന്നീട് അഭിമുഖം പൂർത്തിയായി നിയമനം ലഭിക്കുന്നതോടുകൂടി ബാക്കി 5 ലക്ഷം കൂടി നൽകണം എന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരം. അത് വിശ്വസനീയമായ വിവരമുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുണ്ട് എന്നാണ് നിതീഷ് അവകാശപ്പെടുന്നത്. MK രാഘവൻ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തു പറയുന്നത്. ആ ഘട്ടത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന വേളയിൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു, അതിന് മുന്നോടിയായി തന്നെ ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നിട്ടും അവിടെ പങ്കെടുത്ത് സർക്കാർ പ്രതിനിധി, ആ ഇന്റർവ്യൂ ബോർഡിൽ പാനലിൽ ഒരു സർക്കാർ പ്രതിനിധിയുണ്ട്, രേഖാമൂലം ഒരു പരാതി എഴുതി നൽകി. അത് ആ പ്രതിനിധി സ്വീകരിച്ചു എന്നത് എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നിതീഷ് പറയുന്നത്. അതിൽ തന്നെ നേരത്തെ തന്നെ MK ധനേഷ് ഒപ്പം ഭരത് D പൊതുവാൾ ഇവർ രണ്ടുപേരും ഈ 10 ലക്ഷം രൂപ നൽകിയെന്ന വിവരമാണ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാതി ആ ഘട്ടത്തിൽ തന്നെ നൽകിയത് എന്നുകൂടി പറയണം. അത് സ്വീകരിച്ചു, സർക്കാർ പ്രതിനിധി സ്വീകരിച്ചത് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്, അതിൻ്റെ രേഖയും കൈവശമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ കോഴ നടന്നിട്ടുണ്ട്. കോഴ വാങ്ങിയാണ് CPIമാർക്ക് നിയമനം ലഭിച്ചത് എന്നാണ് ആരോപണം. എന്ന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ കല്യാശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് പരാതിക്കാരനായ നിതീഷ് എന്നതുകൂടി MK രാഘവൻ MPയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നതാണ്. ഒപ്പം ഈ നിയമനത്തെ കൂടി നിയമപരമായ പ്രശ്നത്തിൽ നിർത്തുന്നതാണ് എന്നതുകൂടി തർക്കമറ്റ കാര്യമാണ്. ഈ വിഷയത്തിൽ അങ്ങനെ കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു വരുന്നു എന്ന് മാത്രമല്ല, കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് വൈകിട്ട് അവിടെ പ്രാദേശികമായി അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന കുഞ്ഞിമംഗലത്തെ പ്രാദേശിക നേതൃത്വം ഈ MK രാഘവൻ MPയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കല്യാശ്ശേരിയിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിതീഷാണ്. നിയമനം സുതാര്യമാണെന്ന MK രാഘവന്റെ വാദം തെറ്റാണ് എന്നാണ് പരാതിക്കാരൻ തന്നെ പറയുന്നത്. അപ്പോൾ കോഴ ഇടപാട് നടന്നു, കോഴ നൽകി 2 CPM പ്രവർത്തകർക്ക് നിയമനം നൽകിയെന്നാണ് MK രാഘവൻ അങ്ങനെ നിയമനം നൽകിയെന്നതാണ് കോൺഗ്രസിന്റെ പരാതി. ആ പരാതിയിലെ കോഴ ഇടപാട് സംബന്ധിച്ചുള്ള ആരോപണം സർക്കാർ അന്വേഷിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അന്വേഷിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിലേക്ക് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അതിലെന്ത് നടപടി ഉണ്ടാകുമെന്ന് അറിയില്ല. ശരണം സന്നിധാനം സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 40,000-ലധികം തീർത്ഥാടകർ 11 മണി വരെ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയുണ്ട്. പരമ്പരാഗത കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങ്. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. കൂടാതെ സെസ്സും സർചാർജും പിരിക്കുകയാണ്. ഇപ്പൊ GST പിരിക്കുന്നതും ഇൻകം ടാക്സ് പിരിക്കുന്നതും അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി പിരിക്കുന്നതും ഒക്കെ കുറച്ചിട്ട് പല സ്ഥലത്തും ഈ നികുതി കൂട്ടുന്നത് സെസ്സും സർചാർജുമാണ് കൂട്ടുന്നത്. എന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ആ നികുതി പൂളിൽ ഈ സെസ്സും സർചാർജും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വളരെ കൗശലത്തോടു കൂടിയ ഇടപാടാണ്. അപ്പം നമുക്ക് കിട്ടേണ്ട, സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട ഒരു വലിയ ശതമാനം നികുതി കുറവ് വരികയാണ്.
അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ ഡിവിസീവ് പൂളിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട നികുതിയുടെ പൂളിൽ സെസ്സും സർചാർജും നിർബന്ധമായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും എല്ലാം ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. പിന്നെ ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു. ജനസംഖ്യ കുറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും ഫലപ്രദമായി നടപടികൾ സ്വീകരിച്ച സംസ്ഥാനമാണ്. സത്യത്തിൽ നമുക്ക് ഇൻസെന്റീവാണ് തരുന്നത് അതിന്റെ പേരിൽ. പക്ഷേ ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞു എന്നതിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണ്. നമ്മുടെ നികുതി വിഹിതം അതിന്റെ പേരിൽ കുറയുകയാണ്. അതിന് കൊടുത്തിരിക്കുന്നത് 15%. അത് 10% കുറയ്ക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നുവരെ ആരും ആവശ്യപ്പെടാത്തൊരു കാര്യമാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം. ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ട് IPCC റിപ്പോർട്ട് പ്രകാരം കേരളം ഏറ്റവും കൂടുതൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ്. 2013-14 മുതൽ നമ്മൾ അതിതീവ്ര മഴ, അതുപോലെ മേഘസ്ഫോടനം, ചക്രവാത ചുഴി, ചുഴലിക്കൊടുങ്കാറ്റ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ നേരിടുകയാണ്. ധാരാളം ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നു പശ്ചിമഘട്ട മലനിരകളിൽ, തീരശോഷണം പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം കേരളത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ഇരകളിൽ ഒന്നാക്കി കേരളത്തെ മാറ്റിയിരിക്കുകയാണ്. അതിനുള്ള പ്രത്യേകമായ പരിഗണന നികുതി വിഹിതത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കണക്കാക്കിയിട്ടുള്ളൂകൂടി തരണം. മാത്രമല്ല നമ്മൾ വലിയ തോതിൽ 29%-ലധികം കാടുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. മാത്രമല്ല നമ്മുടെ ജനസംഖ്യ കാടുമായിട്ട് ബന്ധപ്പെട്ട് കാടിനകത്തും കാടിനരികിലും വലിയൊരു ജനസംഖ്യ നമുക്കുണ്ട്. ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, ഒരുപാട് പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ കാട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള വലിയ തടസ്സമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിഗണന കൂടി നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളൊരു പുതിയ നിർദ്ദേശം, ഇതുവരെ ഗവൺമെന്റുകളൊന്നും വയ്ക്കാത്തൊരു നികുതി നിർദ്ദേശം എന്ന് പറയുന്നത്, അതായത് വികേന്ദ്രീകൃതമായ തരത്തിൽ ഒരു നികുതി ദാന സംവിധാനം ഏർപ്പെടുത്തണം. അതായത് ഇപ്പോൾ പ്രാദേശിക സർക്കാരുകൾ അവർക്കൊരു പ്രത്യേകമായ ഫണ്ട് കൊടുക്കണം. കേരളം പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സിറിയയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന ആഹ്വാനവുമായി ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ രാജ്യത്തുടൻ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ബാബ പറഞ്ഞു. സിറിയയിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സന്ദർശനം വെട്ടിച്ചുരുക്കിയ അദ്ദേഹം ദമാസ്കസിലേക്ക് മടങ്ങി. Our country, Syria, which is going through very difficult time now, that the outcome may be peaceful, that the people may live together in harmony and rebuild together their country, Syria. And as we are approaching the Christmas and the New Year, I wish everyone very Merry Christmas and happy and healthy New Year, that the New Year of 2015 may be a blessed one for the entire world, that the whole world may. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.